ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്ന മൈറ്റോസിസിനെ പറ്റിയാണ്. മൈറ്റോസിസിൻ്റെ പാർട്ട് 5 സെക്ഷനാണ് ഇന്ന് നടക്കുന്നത്. ഇതിൽ നമ്മൾ മൈറ്റോസിസിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. പ്രോഫേസ് എന്ന് പറയുന്നത് മൈറ്റോസിസിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്. സെൽസ് സ്പീറോയിഡും വിസ്കസും ആയിരിക്കും ഈ സ്റ്റേജിനകത്ത്. സ്പീറോയിഡ് എന്ന് പറഞ്ഞാൽ അവർ സ്പിറിക്കൽ ഇൻ ഷേപ്പ് ആയിരിക്കും. വിസ്കസ് എന്ന് പറഞ്ഞാൽ അവർക്ക് സ്റ്റിക്കി ആയിട്ടുള്ള അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടാവുക. ന്യൂക്ലിയർ മെംബ്രെയിൻ സ്റ്റാർട്ട്സ് ഡിസിൻറ്റഗ്രേറ്റിംഗ് ആൻഡ് ഡിസപ്പിയേഴ്സ് ഇൻ ടു ദ സൈറ്റോപ്ലാസം ആസ് എ എലമെൻറ്റ്സ് ഓഫ് ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാനും ഡിസപ്പിയർ ചെയ്തു പോകാനും തുടങ്ങുന്നു. ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ശിഥിലമായി പോകാനും, ഡിസപ്പിയർ ചെയ്യാന്ന് വെച്ചാൽ അപ്രത്യക്ഷമായി പോവുകയും ചെയ്യുന്നു. ക്രോമസോംസ് ഷോർട്ടൺഡ് ആവുകയും തിക്കൺഡ് ആവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഓരോ ക്രോമസോമും ഫോം ചെയ്തേക്കുന്ന 2 ക്രോമാറ്റിഡ്സ് വെച്ചിട്ടായിരിക്കും. 2 ക്രോമാറ്റിഡ്സിനെ അറ്റാച്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു സെൻട്രോമിയർ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചറും കാണാനായിട്ട് നമുക്ക് പ്രോഫേസിൽ പറ്റും. നമുക്ക് ഈ ഡയഗ്രാം നോക്കിയാൽ കാണാനായിട്ട് പറ്റും. ന്യൂക്ലിയർ മെംബ്രെയിൻ കാണിച്ചിട്ടുണ്ട്, ന്യൂക്ലിയോളസ് കാണിച്ചിട്ടുണ്ട്. ക്രോമസോംസ് തിക്കണാവുകയും ഷോർട്ടൺ ചെയ്യുകയും ആയിട്ട് 2 ക്രോമാറ്റിഡ്സ്, ആ 2 ക്രോമാറ്റിഡ്സിനെയും അറ്റാച്ച് ചെയ്തുകൊണ്ട് സെൻട്രലിലൊരു സെൻട്രോമിയർ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചറും നമുക്ക് കാണാനായിട്ട് പറ്റും. ന്യൂക്ലിയോളസ് സ്റ്റാർട്ട്സ് ടു ഡിസപ്പിയർ. പ്രോഫേസിനകത്ത് ന്യൂക്ലിയോളസും ഡിസപ്പിയർ ചെയ്യാനായിട്ട് തുടങ്ങും. ഈച്ച് സെൻട്രിയോൾ സെപ്പറേറ്റ്സ് ആൻഡ് മൈഗ്രേറ്റ്സ് ടുവേർഡ്സ് ഓപ്പോസിറ്റ് പോൾസ് ഓഫ് ദ സെൽ. സെൻട്രിയോൾ എന്ന് പറഞ്ഞ സ്ട്രക്ചർ സെപ്പറേറ്റ് ചെയ്യുകയും സെല്ലിൻ്റെ 2 ഓപ്പോസിറ്റ് എൻഡ്സിനകത്തേക്ക് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഇവിടെ ഈ സെൻട്രിയോൾ എന്ന് പറഞ്ഞ സ്ട്രക്ചർ സെപ്പറേറ്റ് ചെയ്തിട്ട് 2 ഓപ്പോസിറ്റ് എൻഡ്സ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പോൾസ് ഓഫ് ദ സെല്ലിനകത്തേക്ക്, ഒരു സെല്ലിൻ്റെ തന്നെ 2 വശത്തേക്ക് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങുന്നതും പ്രോഫേസിലാണ്. അറൗണ്ട് ഈ സെൻട്രിയോൾ ആസ്ട്രൽ റേസ് ആർ ഫോംഡ് ഇൻ ദ സൈറ്റോപ്ലാസം. ഓരോ സെൻട്രിയോളിന് ചുറ്റും നമുക്കിവിടെ ചെറിയ മൈക്രോ ട്യൂബ്യൂൾ സ്ട്രക്ചേഴ്സിനെ കാണാനായിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ ആസ്ട്രൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സെൻട്രിയോളിനും ചുറ്റും ആസ്ട്രൽ ഫൈബേഴ്സ് എറൈസ് ചെയ്യാനായിട്ട് തുടങ്ങും. ആസ്ട്രൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദേ ആർ കമ്പോസ്ഡ് ഓഫ് മൈക്രോ ട്യൂബ്യൂൾസ് വെച്ച് ഫോം ചെയ്തിരിക്കുന്ന സ്ട്രക്ചേഴ്സാണ് ആസ്ട്രൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അവർ ആക്ച്വലി സെൻട്രോസ്പിയർ അല്ലെങ്കിൽ സെൻട്രിയോളിൽ നിന്നാണ് എറൈസ് ചെയ്യുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ലൗഡ് ലൈക്ക് അപ്പിയറൻസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. In addition to the astral rays, longer, delicate spindle fibers run from the end of the cell to between the astral figures. Astral rays കൂടാണ്ട് ലോങ് ആയിട്ടുള്ള സ്പിൻഡിൽ ഫൈബേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റാറുള്ളത്. സ്പിൻഡിൽ ഫൈബേഴ്സും ആസ്റ്റേഴ്സും കൂടെ കൂടിയിട്ടാണ് നമ്മൾ ആംഫി ആസ്റ്റർ അല്ലെങ്കിൽ അക്രോമാറ്റിക് ഫിഗർ അല്ലെങ്കിൽ മൈറ്റോട്ടിക് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. സ്പിൻഡിൽ ഫൈബേഴ്സിനെയും ആസ്റ്റേഴ്സിനെയും കൂടെ കൂടിയിട്ടാണ് നമ്മൾ ആംഫി ആസ്റ്റർ, അക്രോമാറ്റിക് ഫിഗർ അല്ലെങ്കിൽ മൈറ്റോട്ടിക് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. RNA കണ്ടൻറ്റ്, ക്രോമസോമിൻ്റെ RNA കണ്ടൻറ്റ് ഈ സ്റ്റേജിനകത്ത് ഇൻക്രീസ് ചെയ്താണ് കാണാറുള്ളത്. ഇവിടെ നമുക്ക് ഈ ഡയഗ്രത്തിനകത്ത് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഫസ്റ്റ് സ്റ്റേജിനകത്ത് ഇതിനകത്ത് ഏർലി മൈറ്റോട്ടിക് പ്രോഫേസിനകത്ത് അത് കുറച്ചും കൂടെ ക്രോമസോംസ് എല്ലാം കുറച്ചും കൂടെ ലോങ് ആണ്, അൺകോയിൽ ചെയ്താണ് കാണുന്നത്. സെക്കൻഡ് സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ലേറ്റ് മൈറ്റോട്ടിക് പ്രോഫേസ് എത്തുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ തിക്കൺ ചെയ്തു, ഷോർട്ടൺ ചെയ്തു. അതുപോലെ ഓരോ ക്രോമസോംസിനകത്തും രണ്ട് ക്രോമാറ്റിഡ്സിനും നമുക്ക് കാണാനായിട്ട് പറ്റും. ക്രോമാറ്റിഡ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് സെൻട്രോമിയർ കാണാനായിട്ട് പറ്റും. സെൻട്രിയോൾ കാണാനായിട്ട് പറ്റും. സെൻട്രോമിയർ കാണാനായിട്ട് പറ്റും. അതുപോലെ ന്യൂക്ലിയോളസ് ഡിസപ്പിയർ ചെയ്യുന്നതായിട്ട് കാണാം. ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു പോയി. സ്പിൻഡിൽ ഫൈബേഴ്സും ആസ്ട്രൽ ഫൈബേഴ്സും ഒക്കെ അറൈസ് ചെയ്തായിട്ട് നമുക്ക് ലേറ്റ് മൈറ്റോട്ടിക് പ്രോഫേസിനകത്ത് കാണാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ പ്രോഫേസ്. നെക്സ്റ്റ് സ്റ്റേജാണ് മെറ്റാഫേസ്. മെറ്റാഫേസിനകത്ത് നമ്മുടെ ക്രോമസോംസ് എല്ലാം ഇക്വിറ്റോറിയൽ പ്ലെയിനിൽ അലൈൻ ചെയ്യും. ഇക്വിറ്റോറിയൽ പ്ലെയിൻ എന്ന് പറയുന്നത് ആക്ച്വലി സെല്ലിൻ്റെ സെൻട്രലിലുള്ള റീജിയനെയാണ് നമ്മൾ ഇക്വിറ്റോറിയൽ പ്ലെയിൻ എന്ന് പറയുന്നത്. സെല്ലിൻ്റെ മിഡിലായിട്ട് ക്രോമസോംസ് എല്ലാം അലൈൻ ചെയ്യാനായിട്ട് തുടങ്ങും. ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസിൻറ്റഗ്രേറ്റ്സ് ആൻഡ് ഡിസപ്പിയേഴ്സ് കംപ്ലീറ്റ്ലി. ന്യൂക്ലിയോളസ് ഡിസിൻറ്റഗ്രേറ്റ്സ് ആൻഡ് ഡിസപ്പിയേഴ്സ് കംപ്ലീറ്റ്ലി. ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോളസും രണ്ടും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാനും ഡിസപ്പിയർ ചെയ്യാനും, ശിഥിലമായി പോകാനും അപ്രത്യക്ഷമായി പോകാനും തുടങ്ങും. Some of the fibers of the spindle attach to the centromere of each chromosome and are known as chromosomal fibers. ചില ഫൈബേഴ്സ്, സ്പിൻഡിൽ ഫൈബേഴ്സ്
സെൻട്രോമിയറുമായിട്ട്, ക്രോമസോമിൻ്റെ സെൻട്രോമിയറുമായിട്ട്, നടുക്ക് കാണുന്ന സെൻട്രോമിയർ എന്ന് പറഞ്ഞ പോർഷനുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണും. അതിന് നമ്മൾ ക്രോമസോമൽ ഫൈബേഴ്സ് എന്ന് പറയും. ചില ഫൈബേഴ്സ്, ചില സ്പിൻഡിൽ ഫൈബേഴ്സ് ഒരു വശത്ത് നിന്ന് മറ്റേ വശം വരെ കണ്ടിന്യൂസ് ആയിട്ട്, ഒരു പോളിൽ നിന്ന് മറ്റേ പോൾ വരെ കണ്ടിന്യൂസ് ആയിട്ട് കാണും. അതിന് നമ്മൾ കണ്ടിന്യൂസ് ഫൈബേഴ്സ് എന്ന് പറയും. ചില ഫൈബേഴ്സ് ക്രോമസോംസിന് ഇടയ്ക്കായിട്ട് കാണും. അതിന് നമ്മൾ ഇൻ്റർസോണൽ ഫൈബേഴ്സ് എന്നും പറയും. The centromere of each chromosome divides into two, each being associated with a chromatid. മെറ്റാഫേസിനകത്ത് പിന്നെയുള്ളൊരു മേജർ ആയിട്ടുള്ള കാര്യമാണ് സെൻട്രോമിയർ. നമ്മൾ ക്രോമസോമിനകത്ത് 2 ക്രൊമാറ്റിഡ്സിനെ അറ്റാച്ച് ചെയ്ത് നിർത്തുന്ന സെൻട്രോമിയർ എന്ന് പറഞ്ഞ പോർഷൻ, ആ സെൻട്രോമിയർ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോവുകയും ഓരോ ക്രൊമാറ്റിഡിനും ഓരോ സെൻട്രോമിയറിനെ കിട്ടുകയും ചെയ്യും. അത് മെറ്റാഫേസ് സ്റ്റേജിലാണ്. മൈറ്റോട്ടിക് മെറ്റാഫേസ് സ്റ്റേജിൻ്റെ അവസാനത്തോടു കൂടിയാണ് അങ്ങനെ സംഭവിക്കുന്നത്. മെയിനായിട്ട് മെറ്റാഫേസ് സ്റ്റേജിൽ സംഭവിക്കുന്നത് നമ്മുടെ ക്രോമസോംസ് എല്ലാം ഇക്വിറ്റോറിയൽ പ്ലെയിനിൽ അലൈൻ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് സംഭവിക്കുന്നത്. മെറ്റാഫേസിൻ്റെ എൻഡോട് കൂടി അല്ലെങ്കിൽ അനാഫേസിൻ്റെ സ്റ്റാർട്ടിങ്ങോട് കൂടിയാണ് സെൻട്രോമിയർ, ക്രോമസോമിൻ്റെ സ്പെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ ക്രൊമാറ്റിഡിനും ഓരോ സെൻട്രോമിയർ കിട്ടുന്നത്. നെക്സ്റ്റ് സ്റ്റേജാണ് അനാഫേസ്. The chromatids of each chromosome are separated and form 2 chromosomes called daughter chromosomes. ഓരോ ക്രോമസോമിൻ്റെയും ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്ത് പോകും. ഓരോരുത്തർക്കും ഓരോ സെൻട്രോമിയർ വീതം നമുക്ക് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഓരോ ക്രോമസോമിൻ്റെയും ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഫോം ചെയ്യുന്ന ക്രോമസോംസ് നമ്മൾ ഡോട്ടർ ക്രോമസോംസ് എന്നാണ് പറയുന്നത്. The chromatids of each chromosome are separated. ഓരോ ക്രോമസോമിൻ്റെയും ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റ്, അതായത് നമ്മൾ ഇങ്ങനെ കാണുന്ന ഈ ക്രോമസോമിൻ്റെ ഈ സ്ട്രക്ചറിൽ നിന്ന് ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെയൊരു സ്ട്രക്ചറായിട്ട് മാറും. 2 ഡോട്ടർ ക്രോമസോംസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. The daughter chromosomes move towards the opposite poles of the cell. Daughter chromosomes സെല്ലിൻ്റെ ഓപ്പോസിറ്റ് പോൾസിനകത്ത് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എൻഡ്സിനകത്തേക്ക് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. This migration of the daughter chromosomes is achieved by the contraction of chromosomal fibers and stretching of the intersonal fibers. Daughter chromosomes 2 ഓപ്പോസിറ്റ് പോൾസിനകത്തേക്ക് മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആക്ച്വലി ക്രോമസോമൽ ഫൈബേഴ്സിൻ്റെ കോൺട്രാക്ഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ചുരുക്കം, അല്ലെങ്കിൽ അതിൻ്റെ വലിച്ചിൽ വഴിയാണ്, സങ്കോചം വഴിയാണ്. അതുവഴിയാണ് ആക്ച്വലി ഡോട്ടർ ക്രോമസോംസ് 2 സൈഡിലോട്ട് പോകാനായിട്ട് തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഇൻ്റർസോണൽ ഫൈബേഴ്സിൻ്റെ സ്ട്രെച്ചിങ് വഴി, അതിൻ്റെ വലിച്ചു നീട്ടൽ വഴിയും ഇൻ്റർസോണൽ ആയിട്ടുള്ള ഫൈബേഴ്സിൻ്റെ കാര്യവും ക്രോമസോമൽ ഫൈബേഴ്സിൻ്റെ കാര്യവും നമ്മൾ ഓൾറെഡി പറഞ്ഞു. ക്രോമസോമൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ കാണുകയാണെങ്കിൽ സെൻട്രോമിയറുമായിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്ന ഫൈബേഴ്സിനെയാണ് നമ്മൾ ക്രോമസോമൽ ഫൈബേഴ്സ്. അപ്പോൾ ക്രോമസോമൽ ഫൈബേഴ്സ് വലിഞ്ഞ് ഇതിനെ ഈ ആസ്റ്ററിനകത്തേക്ക് അല്ലെങ്കിൽ ഈ പോൾസിനകത്തേക്ക് വലിക്കുന്നത് കൊണ്ടും ഇത് 2 സൈഡിലോട്ട് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അതുപോലെ ഇൻ്റർസോണൽ ഫൈബേഴ്സ്, ഈ കാണുന്നതാണ് ഇൻ്റർസോണൽ ഫൈബേഴ്സ് സ്ട്രെച്ച് ചെയ്യുന്നത് കൊണ്ടും ഈ ഡോട്ടർ ക്രോമസോംസ് 2 ഓപ്പോസിറ്റ് പോൾസിനകത്തേക്ക് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. The chromosomes develop the shape of J, L or V according to the position of the centromere in the chromosome. ക്രോമസോംസിൻ്റെ ഷേപ്പ് J, L, V അതുപോലുള്ള ഷേപ്പിലോട്ട് മാറും അക്കോർഡിംഗ് ടു ദ പൊസിഷൻ. സെൻട്രോമിയറിൻ്റെ പൊസിഷൻ എന്താണോ അതനുസരിച്ച് J, L, V അതുപോലുള്ള ഷേപ്സ് ക്രോമസോംസ് അറ്റൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് അനാഫേസ് സ്റ്റേജ് എന്ന് പറയുന്നത്. അനാഫേസ് സ്റ്റേജ് കണ്ടോ, ഓരോ ക്രോമസോംസ് സെപ്പറേറ്റ് ചെയ്ത് ഡോട്ടർ ക്രോമസോംസ് ആയിട്ട് മാറി. ഡോട്ടർ ക്രോമസോംസ് ഓപ്പോസിറ്റ് പോൾസിനകത്തേക്ക് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി ബൈ ദ കോൺട്രാക്ഷൻ ഓഫ് ക്രോമസോമൽ ഫൈബേഴ്സ് ആൻഡ് സ്ട്രെച്ചിങ് ഓഫ് ഇൻ്റർസോണൽ ഫൈബേഴ്സ്. ലാസ്റ്റ് സ്റ്റേജ് നമുക്ക് പറയാവുന്ന ഒരു സ്റ്റേജാണ് ടീലോഫേസ് സ്റ്റേജ്. The chromosomes with their centromeres at the poles begin to uncoil and lengthen. They aggregate together to form a mass at the poles. ക്രോമസോംസും അവരുടെ സെൻട്രോമിയേഴ്സും കൂടെ കൂടിയിട്ട് അൺകോയിൽ ചെയ്യാനായിട്ട് തുടങ്ങും. അവരെ ഓപ്പോസിറ്റ് പോൾസിലെത്തിയല്ലോ, അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അത് അൺകോയിൽ ചെയ്യാനായിട്ടും ലെങ്തൺ ചെയ്യാനായിട്ടും, നേരത്തെ അവർ ഷോർട്ടൺ ചെയ്യുകയും തിക്കൺ ചെയ്യുക ചെയ്തത്, അതിന് നേരെ വിപരീതമായിട്ട് അവർ ലെങ്തൺ ചെയ്യാനായിട്ട്, അവർ അൺകോയിൽ ചെയ്യുകയും ലെങ്തൺ ചെയ്യാനായിട്ട് തുടങ്ങും അവർ ഓപ്പോസിറ്റ് പോൾസിലെത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ. ദേ അഗ്രിഗേറ്റ് ടുഗെദർ ടു ഫോം എ മാസ് അറ്റ് ദ പോൾസ്. അവർ പോൾസിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു അഗ്രിഗേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സമാഹരിച്ച ഒരു
ഗ്രൂപ്പായിട്ട് മാറാനായിട്ട് തുടങ്ങും. ന്യൂക്ലിയോളസ് റീഅപ്പിയർ ചെയ്യാനായിട്ട് തുടങ്ങും. ന്യൂ ന്യൂക്ലിയർ മെംബ്രെയിൻ ഡെവലപ്പ് ചെയ്ത് തുടങ്ങും അറൗണ്ട് ദ ക്രോമസോംസ് ഫ്രം ദ എലമെൻറ്റ്സ് ഓഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ എലമെൻറ്റ്സിൽ നിന്നാണ് ആക്ച്വലി ന്യൂക്ലിയർ മെംബ്രെയിൻ റീഅപ്പിയർ ചെയ്യുന്നത്. സ്പിൻഡിൽ ഫൈബേഴ്സ് ബ്രേക്ക് ഡൗൺ ചെയ്യാനും ഡിസപ്പിയർ ചെയ്യാനായിട്ട് തുടങ്ങും. Thus, 2 daughter nuclei are formed and they attain the appearance of the interface. 2 daughter nuclei ഫോം ചെയ്യും. അതിൻ്റെ അപ്പിയറൻസ് കണ്ടു കഴിഞ്ഞാൽ ഇൻ്റർഫേസിൽ എങ്ങനെയാണോ നമ്മൾ കണ്ടത്, ഇൻ്റർഫേസിൽ എങ്ങനെയാണോ സെല്ല് കിടന്നത് അതുപോലുള്ളൊരു അപ്പിയറൻസ് ആയിട്ട് നമുക്കതിനെ കാണാനായിട്ട് പറ്റും. ഇതാണ് ടീലോഫേസ് സ്റ്റേജ് എന്ന് പറയുന്നത്. ന്യൂക്ലിയർ മെംബ്രെയിൻ ന്യൂക്ലിയോളസ് ഒക്കെ റീഅപ്പിയർ ചെയ്യാനായിട്ട് തുടങ്ങും. സ്പിൻഡിൽ ഫൈബേഴ്സ് ഡിസപ്പിയർ ചെയ്ത് പോകും. ക്രോമസോംസ് അൺകോയിൽ ചെയ്യാനും ലെങ്തൺ ചെയ്യാനുമായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ലാസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജാണ് സൈറ്റോകൈനസിസ്. സൈറ്റോകൈനസിസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് എ ഡിവിഷൻ ഓഫ് ദ സൈറ്റോപ്ലാസം ഇൻറ്റു 2 ഡോട്ടർ സെൽസ്. സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്തിട്ട് 2 ഡോട്ടർ സെൽസ് ആയിട്ട് മാറുന്നതിനെയാണ് നമ്മൾ സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത്. ഈ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ വഴിയാണ്. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു നാരോവർ ആയിട്ടുള്ളൊരു ഞെരുക്ക് അല്ലെങ്കിൽ ഒരു മുറുക്ക് അല്ലെങ്കിൽ ഒരു സങ്കോചം വഴി നാരോവർ ആക്കിയിട്ടാണ് നമ്മൾ ഈ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കൺസ്ട്രക്ഷൻ ഡീപ്പൺ ചെയ്തിട്ടാണ് 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യുന്നത്. സിംഗിൾ പേരൻറ്റ് സെല്ലിൽ നിന്ന് 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യുന്ന ഈ കൺസ്ട്രക്ഷൻ ഡീപ്പൺ ചെയ്തിട്ടാണ്. ഇത് സങ്കോചിച്ചാണ് അങ്ങനെയായിട്ട് മാറുന്നത്. അതുപോലെ ഒരു യൂണിറ്റ് മെംബ്രെയിൻ 2 സെൽസിനും ഇടയ്ക്കായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. ദ പ്ലെയിൻ ഓഫ് ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസിൻ്റെ ഡിവിഷൻ എപ്പോഴും സ്പിൻഡിൽ ഫൈബേഴ്സിൻ്റെ ഡിവിഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അറ്റ് ആംഗിൾ ഓഫ് 90 ഡിഗ്രി ആയിരിക്കും എപ്പോഴും സൈറ്റോപ്ലാസിൻ്റെ ഡിവിഷൻ എന്ന് പറയുന്നത്. ഇനി സൈറ്റോകൈനസിസ് ആനിമൽ സെൽസിനകത്തും പ്ലാന്റ് സെൽസിനകത്തും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. എന്നാലും നമുക്കൊരു സമ്മറി അല്ലെങ്കിൽ ഒരു സമ്മറൈസ് ചെയ്ത് നമുക്കിപ്പോൾ പറയാം. ആനിമൽ സെൽസിലാണ് എങ്കിൽ ഒരു ക്ലീവേജ് ഫറോ ഫോം ചെയ്തിട്ടാണ് ആക്ച്വലി സൈറ്റോകൈനസിസ് നടക്കുന്നത്. പ്ലാന്റ് സെല്ലിലാണ് എങ്കിൽ വെസിക്കിൾസ് ഇക്വേറ്റർ റീജിയൻ അല്ലെങ്കിൽ സെല്ലിൻ്റെ നടുക്കോട്ട് നീങ്ങി വന്നിട്ട് അത് ഫ്യൂസ് ചെയ്തിട്ടൊരു ട്യൂബുലാർ സ്ട്രക്ചറായിട്ട് മാറും. ആ ട്യൂബുലാർ സ്ട്രക്ചർ മെർജ് ചെയ്തിട്ട് പ്ലാസ്മ മെംബ്രെയിൻ ഫോം ചെയ്യും. അതിനിടയ്ക്ക് മിഡിൽ ലാമലയൊക്കെ പെക്റ്റിക് എക്സോസൈറ്റോസിസ് വഴി പെക്റ്റിൻസും അതുപോലുള്ള സബ്സ്റ്റൻസുകളെല്ലാം ഡെപ്പോസിറ്റ് ചെയ്ത് ആണ് മിഡിൽ ലാമല പോലുള്ള സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ആനിമൽ സെല്ലിനകത്താണെങ്കിൽ ക്ലീവേജ് ഫറോ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഫോം ചെയ്തിട്ടാണ്. ക്ലീവേജ് ഫറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ക്ലീവേജ് എന്ന് പറഞ്ഞാൽ വിള്ളലെന്നും ഫറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കുഴിയെന്നുമാണ് അർത്ഥം. ആക്ച്വലി ഒരു ഇൻഡൻറ്റേഷൻ അപ്പിയർ ചെയ്യാണ് സെല്ലിൻ്റെ നടുക്കായിട്ട് ഒരു ഇത് അപ്പിയർ ചെയ്തിട്ട് സെല്ല് ഡിവൈഡ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഇൻഡൻറ്റേഷൻ അപ്പിയർ ചെയ്തിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സൈറ്റോകൈനസിസ് പ്ലാന്റ് സെല്ലിനകത്താണെങ്കിൽ വെസിക്കിൾസ് ഇക്വറ്റോറിയൽ റീജിയൻ അല്ലെങ്കിൽ സെല്ലിൻ്റെ നടുക്കോട്ട് വന്നിട്ട് അവിടെ ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുവാണ്. വെസിക്കിൾസ് എല്ലാം ഫ്യൂസ് ചെയ്തിട്ട് ഈ ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് മേർജ് ചെയ്യുകയാണ് പ്ലാസ്മ മെംബ്രെയിനുമായിട്ട്. എന്നിട്ട് അവിടെ പെക്റ്റിനും അതുപോലുള്ള സബ്സ്റ്റൻസുകളെല്ലാം എക്സോസൈറ്റോസ് വഴി മെംബ്രെയിൻസ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മിഡിൽ ലാമല ഫോം ചെയ്യും. അങ്ങനെയാണ് പ്ലാന്റ് സെൽസിനകത്ത് സൈറ്റോകൈനസിസ് നടക്കുന്നത്. ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് കാരിയോകൈനസിസ് ഇൻ പ്ലാന്റ് സെൽസിനകത്ത് കാരിയോകൈനസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെൽ പ്ലേറ്റ് ഡെവലപ്സ് ബിറ്റ്വീൻ ദ 2 ഡോട്ടർ ന്യൂക്ലിയൈ. 2 ഡോട്ടർ ന്യൂക്ലിയയുടെ നടുക്കായിട്ടൊരു സെൽ പ്ലേറ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഫോം ചെയ്യാനായിട്ട് തുടങ്ങും. Many small vesicles develop from Golgi complex and endoplasmic reticulum gets accumulated at the equatorial plane across the spindle fibers. These vesicles are called phragmoplast. ചില സ്മോൾ ആയിട്ടുള്ള വെസിക്കിൾസ് സ്പിറിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് അറൈസ് ചെയ്യും ഗോൾജി കോംപ്ലക്സിൽ നിന്നും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നും. അത് ആക്ച്വലി സെല്ലിൻ്റെ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ സ്പിൻഡിൽ ഫൈബേഴ്സിൻ്റെ നടുക്കൂടെ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ അലൈൻ ചെയ്യാനായിട്ട് തുടങ്ങും. ആ സ്ട്രക്ചറിനെ നമ്മൾ ഫ്രാഗ്മോപ്ലാസ്റ്റ് എന്ന് പറയും. ഫ്രാഗ്മോപ്ലാസ്റ്റുകൾ ഫ്യൂസ് ചെയ്തിട്ടാണ് ആക്ച്വലി ഫ്ലാറ്റ് ഡിസ്ക് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള സെൽ പ്ലേറ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ പ്ലാന്റ് സെല്ലിനകത്താണെങ്കിൽ കാരിയോകൈനസിസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് സെൽ പ്ലേറ്റ് ഫോർമേഷൻ നടക്കുന്നത്. സെൽ പ്ലേറ്റ് ഫോം ചെയ്യാൻ നേരത്തെ ആദ്യം സംഭവിക്കുന്ന ഗോൾജി കോംപ്ലക്സിൽ നിന്നും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നും കുറച്ച് വെസിക്കിൾസ് ഫോം ചെയ്യും. ആ വെസിക്കിൾസ് എല്ലാം സെല്ലിൻ്റെ നടുക്ക് വന്ന് അക്യുമുലേറ്റ് ചെയ്യും. സെല്ലിൻ്റെ നടുക്ക് അലൈൻ ചെയ്യും. അതെല്ലാം ഫ്യൂസ് ചെയ്തിട്ടൊരു ഫ്ലാറ്റ് ഡിസ്ക് ലൈക്ക് സ്ട്രക്ചറായിട്ട് മാറും. അതിനെ നമ്മൾ സെൽ പ്ലേറ്റ് എന്ന് പറയും.
സെൽ പ്ലേറ്റ് സാധാരണയായിട്ട് സെല്ലുലോസും പെക്റ്റിൻ സബ്സ്റ്റൻസുകളും കൊണ്ടാണ് ഫോം ചെയ്യുന്നത്. സെൽ പ്ലേറ്റ് നടുക്കുന്ന് ഫോം ചെയ്തിട്ട് അത് ഫ്യൂസ് ചെയ്യുക, ലാറ്ററൽ വാളുമായിട്ട് ഫ്യൂസ് ചെയ്യുവാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു ന്യൂ സെൽ വാൾ ഫോം ചെയ്യും, രണ്ട് ഡോട്ടർ സെൽസിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട്. ഇങ്ങനെയാണ് പ്ലാന്റ് സെൽസിനകത്ത് സൈറ്റോകൈനസിസ് നടക്കുന്നത്. As a new cell wall divides the cytoplasm into two, the membranes of phragmoplast fuse with plasma membrane to form a complete plasma membrane of the daughter cell. പുതിയ സെൽ വാള് സൈറ്റോപ്ലാസ്റ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനനുസരിച്ച് ഫ്രാഗ്മോപ്ലാസ്റ്റിൻ്റെ മെംബ്രെയിനും പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്ലാസ്മ മെംബ്രെയിൻ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡോട്ടർ സെൽസ് ന്യൂ സെൽ വാൾ മെറ്റീരിയൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും എക്സിസ്റ്റിംഗ് സെൽ വാളിനകത്തേക്ക്. സെൽ വാൾ അതുവഴി കുറച്ചും കൂടെ തിക്കായിട്ട് മാറും. The gap in the cell wall is due to the presence of membrane phragmoplast, forms spores and plasmodesmata. സെൽ വാളിനകത്തുള്ള ഗ്യാപ്പിന് കാരണം മെംബ്രെയിൻ ഫ്രാഗ്മോപ്ലാസ്റ്റുകളാണ്. അതാണ് സ്പോർസും പ്ലാസ്മോഡെസ്മേറ്റയും ഒക്കെ ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതാണ് സൈറ്റോകൈനസിസ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള രണ്ട് സെൽസായിട്ട് ഞങ്ങൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ഒറ്റ സെല്ലായിട്ടിരുന്ന കാര്യത്തിനെ രണ്ട് സെൽസായിട്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്മിക് ഡിവിഷനെയാണ് നമ്മൾ സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത്. ലാസ്റ്റ്, സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ്. മൈറ്റോസിസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? സൈഗോട്ടിനെ ക്ലീവേജ് നടക്കുന്ന, സൈഗോട്ട് എന്ന് പറയുന്ന ഒരു ഇനീഷ്യൽ സെല്ലിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് ഹോൾ ഓർഗാനിസമായിട്ട് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് മൈറ്റോസിസ് ആണ്. ക്ലീവേജ് ഓഫ് സൈഗോട്ട് ഇസ് ഡ്യൂ ടു മൈറ്റോസിസ്. മൈറ്റോസിസ് ഹെൽപ്സ് ഇൻ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഓർഗൻസ് ആൻഡ് ദ ബോഡി ഓഫ് ദ ഓർഗാനിസംസ്. ഓർഗൻസിൻ്റെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും അതുപോലെ ഓർഗാനിസംസിൻ്റെ ബോഡി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും മൈറ്റോസിസ് ആണ് റോള് പ്ലേ ചെയ്യുന്നത്. ഓൾഡും വോൺ ഔട്ട് ആയിട്ടുള്ള സെൽസിനെ റീപ്ലേസ് ചെയ്യാനായിട്ട്, പഴയ സെൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും ടിയറും ഒക്കെ സംഭവിച്ച സെൽസിനെയൊക്കെ ആയാലും റീപ്ലേസ് ചെയ്യാനായിട്ട് റോള് പ്ലേ ചെയ്യുന്ന മൈറ്റോസിസ് ആണ്. അസെക്ഷൽ റീപ്രൊഡക്ഷനകത്ത് റോള് പ്ലേ ചെയ്യുന്ന മൈറ്റോസിസ് ആണ്. ടിഷ്യൂസ് റിപ്പയർ ചെയ്യാൻ നേരത്ത് റോള് പ്ലേ ചെയ്യുന്ന മൈറ്റോസിസ് ആണ്. ക്രോമസോമൽ നമ്പർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഡിവിഷൻ എന്ന് പറയുന്നത് മൈറ്റോസിസ് ആണ്, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് മൈറ്റോസിസ് ആണ്. മൈറ്റോസിസ് ensures equal distribution of the nucleus and the cytoplasm between the daughter cells both quantitatively and qualitatively. ന്യൂക്ലിയസിൻ്റെയും സൈറ്റോപ്ലാസ്മിക് കണ്ടൻസിൻ്റെയും ഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് റോള് പ്ലേ ചെയ്യുന്നത് മൈറ്റോസാണ്. ക്വാണ്ടിറ്റേറ്റീവായിട്ടും ക്വാളിറ്റേറ്റീവായിട്ടും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് റോള് പ്ലേ ചെയ്യുന്ന മൈറ്റോസാണ്. ഈവൻ ദ DNA കണ്ടൻറ്റ് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് റോള് പ്ലേ ചെയ്യുന്ന മൈറ്റോസാണ്. അതുപോലെ ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ റീജനറേഷൻ, ഏതെങ്കിലും ഒരു ഓർഗാനിസിന് ഏതെങ്കിലും ഒരു പാർട്ട് റീജനറേറ്റ് ചെയ്യാനായിട്ടും റോള് പ്ലേ ചെയ്യുന്ന മൈറ്റോസിസ് ആണ്. എല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.